ഒരു കാലത്ത് എല്ലാവരും വിചാരിച്ചു കുറച്ച് പണം കൈ കിട്ടിയാൽ സമാധാനം കിട്ടുമെന്ന്. സഹോദരിമാരെ, സഹോദരന്മാരെ, കറ തീർത്തു പറ, പണം എൻ്റെ ജീവിതത്തിന് ശാന്തി തന്നില്ലെന്ന്. പണം വന്ന് കയറിയതോടുകൂടി ഭ്രാന്ത് കൂടിയതല്ലാതെ കുറഞ്ഞിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ജോലിഭ്രാന്ത്, ഡ്യൂട്ടി ഭ്രാന്ത്. സമാധാനം ആർക്കുണ്ട്? പണമാണോ സമാധാനത്തിന് കാരണം? സാത്താൻ കണ്ടുപിടിച്ച, ദൈവജനത്തിനെതിരായി പോരാടുവാൻ സാത്താൻ കണ്ടുപിടിച്ച ഏറ്റവും വലിയൊരു ആയുധമാണ് പണം. പണം വേണ്ടെന്നല്ല എൻ്റെ വാദം കേട്ടോ, അത്യാവശ്യത്തിന് വേണേ. ആവശ്യത്തിൽ കൂടുതലുണ്ടെങ്കിലേ വല്ലവർക്കും വല്ലതും കൊടുക്കത്തുള്ളല്ലോ. അതല്ലല്ലോ ഈ പറഞ്ഞത്. നമ്മുടെ പിതാക്കന്മാർ പണമില്ലാതെ വിഷമിച്ചു. 10 പൈസ കയ്യിലില്ല. ഉണക്കക്കപ്പയും കടിച്ചു നിന്ന് തമ്പേറും അടിച്ചു പാടി ആരാധിച്ചു സ്തുതിച്ചു. അന്ന് സാത്താൻ നോക്കിയിട്ട് പറഞ്ഞിട ഇവന്മാരെ രോഗം കൊടുത്ത ഒരു നിർവാഹവുമില്ല. അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് നമ്മളെ അങ്ങ് പലിച്ച് മാറ്റിക്കളയും. പിന്നെ എന്തുകൊണ്ട് പരിപാടി? യവന്മാർക്ക് പട്ടിണി കൊടുത്താൽ ഒരു കുഴപ്പവുമില്ല. അവർ പറയും അത് ഉപവാസമാണെന്ന്. പിന്നെ ഇവരെ എന്തുകൊണ്ട് പിടിച്ചു മാറ്റാനൊക്കും? നഗ്നത എന്ന് പറഞ്ഞാൽ അവർ പറയും പട്ടിണിയോ നഗ്നതയോ എന്തും വരട്ടെ, ആപത്തോ വാളോ ഉള്ള തുണിയും കൊണ്ട് ഞങ്ങൾ യോഗത്തിന് പോകും. പിന്നെ ഇവരെ എങ്ങനെ മാറ്റാം? നോക്കിയപ്പോൾ പറഞ്ഞു യുവമാരുടെ കയ്യിലില്ലാത്തൊരു സാധനമുണ്ട്, കാശ്, അത് കൊടുത്താൽ മതി, യോനെല്ലാം മാറിക്കൊള്ളുന്നു. സാത്താന്റെ ആയുധപ്പുറയിൽ മറ്റു വാളൊന്നും എടുക്കാതെ കണ്ട് കാശ് വാരി എറിഞ്ഞു. കാശ് വാരി എറിഞ്ഞെന്നല്ല, മൂളം എറിഞ്ഞങ്ങോട്ട്. കഴിഞ്ഞ കാല ഭക്തന്മാരൊക്കെ ഇത് കണ്ടിട്ട് പറഞ്ഞു, അയ്യോ വന്നച്ച, ഞാനിത് കുടിക്കുന്നുമില്ല കുളിക്കുന്നുമില്ല, ഞാനിങ്ങനെ മാറി നിൽക്കുകയാണ്, എനിക്കിതുമായി യാതൊരു ബന്ധവുമില്ലാത്തതുമാകുന്നു. അനങ്ങാതെ നിന്നു. സന്തതികളൊക്കെ കുനിഞ്ഞ് പറക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, യഹോവ തന്നു, യഹോവ എടുത്തു, നമ്മുടെ സന്തതിയുടെ കൊടുത്തു. അതിങ്ങനെ കൊണ്ടുവരുന്നു. പിന്നെ ഭക്തന്മാരാരും കുനിഞ്ഞു പെറുക്കാൻ നിന്നില്ല. പോക്കറ്റ് വീർപ്പിച്ച ജനങ്ങാതങ്ങ് നിന്നു. വന്ന് വീഴുന്നെങ്കിൽ വീണുണ്ട്. സാത്താൻ ഉന്നമുള്ളവനില്ലയോ, അവൻ എറിഞ്ഞ് ഇതിനകത്തോട്ട് ഫിറ്റ് ചെയ്തു. അപ്പോൾ പതുക്കെ പൊക്കി. ഈ സ്വരൂപവും മേലെടുത്തും ആരുടേതാകുന്നു? ഈ സ്വരൂപവും മേലെടുത്തും ആരുടേതാകുന്നു? അപ്പം മനസ്സിലായത് ഇന്നാരുടേതാകുന്നു, അത് പോക്കറ്റിലിരിക്കേണ്ടതുമാകുന്നു. പതുക്കെ വെച്ചു. അവിടെ മുതൽ സംഗതികൾക്ക് പതുക്കെ വ്യത്യാസം തുടങ്ങി. നമ്മുടെ നാട്ടിലെ ഉപദേശിമാരാരെങ്കിലും വന്ന്, ഇവിടുത്തെ പണ്ടത്തെ ഉപദേശിമാർ വന്ന് ഇവിടുത്തെ ഈ പരിപാടി കണ്ടാൽ ഇവിടെ പ്രസംഗത്തില്ല. എന്താണെന്നോ? കസേരയിലിരിക്കാൻ പാടില്ല, അന്നത്തെ വിശുദ്ധിയാ. ഫാൻ കറക്കാൻ പാടില്ല. പിന്നെ വസ്ത്രത്തിൻ്റെ കാര്യമൊന്നും ഞാനിപ്പോൾ അങ്ങനെ വിസ്തരിക്കുന്നില്ല. പണ്ട് പുരാതനം മുതൽ അവരെന്ത് ഉപയോഗിച്ചുകൊണ്ടോ ഒന്ന് അങ്ങനെ തന്നെ പോട്ടെന്ന് പറഞ്ഞു. അത്ര വിശുദ്ധിയായിരുന്നു കേരളത്തിൻ്റെ വിശുദ്ധി. ഡ്രസ്സിങ്ങിൽ, നോട്ടത്തിൽ, ചലനത്തിൽ, ഇടപാടിൽ ഒക്കെ വിശുദ്ധി. ഈ വിശുദ്ധന്മാരുടെ സഭയ്ക്കകത്തോട്ട് കാശുവാരി പിശാചങ്ങോട്ട് എറിഞ്ഞപ്പോൾ അനാത്മികന്മാർ ഇതിനകത്തേക്ക് കയറി. രക്ഷിക്കപ്പെടാത്തൊരുത്തിന് ഇതിനകത്ത് വന്നാൽ കാശുണ്ടോ, നീ ആട്ട ട്രഷററായിട്ട് ഇന്നടത്തിന്നാർ ട്രഷററാകുന്നു, എല്ലാവരും കൈയടിച്ചോളുവിൻ. എല്ലാവരും കൈയടിച്ച് പാസ്സാക്കി. കാരണം അച്ചായൻ്റെ കീശയിൽ 10 കാശുണ്ട്. എവിടുന്ന് ആച്ചാ ഈ കാശെന്ന് ചോദിക്കാൻ ഒരു വിശുദ്ധനും തൻ്റെ ഇടമില്ല. കാരണം ആ വിശുദ്ധൻ്റെ കയ്യിൽ ഇവിടുന്നൊക്കെ പണം ചെന്നു കഴിഞ്ഞു. സമ്മാനങ്ങൾ കണ്ണുകളെ കുരുടാക്കി. ഇതാ ഞാൻ പ്രസംഗിക്കുന്ന കമ്മ്യൂണിസം. സമ്മാനങ്ങളാൽ കണ്ണ് കുരുടാക്കപ്പെട്ട അന്ധന്മാർ ദൈവസഭയെ ഭരിക്കുവാൻ കയറി. ഉപവാസമില്ല, പ്രാർത്ഥനയില്ല, ജാഗരണമില്ല, പിന്നെ കമ്മറ്റി, കൈക്കാര്. പണ്ടൊക്കെ പരസ്യവും ഉണ്ടായിരുന്നു, ഇപ്പൊ പിക്നിക്കുണ്ട്. നീ സമയത്തിന് പരസ്യത്തിന് ഇറക്കും, അതാ നല്ലത്. ഉദ്ദേശിച്ച് ചെറുപ്പക്കാരെ എല്ലാം കവലയ്ക്ക കൊണ്ടുപോകാം, നമുക്ക് പരസ്യവും നടത്താം. കൊണ്ടുപോയല്ലാത്തിന് സകല എണ്ണം കൂടെ ചെല്ല്. ഇത് പറഞ്ഞ ഉടനെ രാഷ്ട്രോപദേശം ഇവിടുന്ന് വിസയും ക്യാൻസൽ ചെയ്ത് കേരളത്തിലോട്ട് വിടാൻ നിങ്ങൾക്ക് തൻ്റെ ഇടമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് വിളിച്ചു പറയാനാ ഞാൻ എത്തിയിരിക്കുന്നത്. പറഞ്ഞേ പോകൂ, നീ ഉണപ്പെടാദ്യം. കുഞ്ഞേ, നീ നരകത്തിൽ പോകുമെന്നാ വിളിച്ചു പറഞ്ഞത്. എന്റെ അകത്ത് യേശുവിന്റെ മാർഗമില്ല. സ്നേഹിത, യേശുവിന്റെ മാർഗം അകത്തില്ലാതെ എന്തോ ഈ പരിപാടി എന്നാ ചോദ്യം. നിന്റെ ജീവിതത്തിന് സമാധാനമുണ്ടോ? നിന്റെ ജീവിതത്തിന് പ്രത്യാശയുണ്ടോ? നിന്റെ ജീവിതത്തിന് ലാക്കുണ്ടോ? യേശുവിന്റെ കാരണം ധ്വനിച്ചാൽ, വിശുദ്ധന്മാര് പറക്കുമ്പോ നിന്റെ ഇടപാടെന്തായിരിക്കുമെന്ന എന്റെ ചോദ്യം. ഇത് വേദനയോടെ വിളിച്ചു ചോദിക്കാം, വേദനയോടെ. നീ ഏറ്റെടുക്കുന്നെങ്കിൽ ഏറ്റെടുത്തോ. ഇന്ന് രാത്രി ഗുണപ്പെടണം. വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി നിൽക്കാന്ന് പാടുമ്പോ അനക്കിയാ പോരാ, ഇവിടുന്ന് പൊങ്ങണം മേലോട്ട്.